എല്ലാവർക്കും നമസ്കാരം. നാഷണൽ ടെസ്റ്റ് ഏജൻസി നടത്തിവരുന്ന നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റിനെ കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ടോപ്പിക്കുകളാണ് ഈ ചാനലിൽ കൂടി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ സിലബസ് എങ്ങനെയാണ്, ഈ എക്സാമിനെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ള ടെക്നിക്കുകളൊക്കെ ഇതിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എക്സാം പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കാം. 2 പേപ്പേഴ്സാണ് ഉണ്ടാവുക, പേപ്പർ 1ഉം പേപ്പർ 2ഉം. പേപ്പർ 1ൽ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, കമ്മ്യൂണിക്കേഷൻ, റീഡിങ് കോംപ്രഹെൻഷൻ അങ്ങനത്തെ ടോപ്പിക്കുകളാണ്. ഒരു 10 മൊഡ്യൂൾസ് നമുക്ക് പഠിക്കാനുണ്ട് പേപ്പർ 1ൽ. അതിൽ 50 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ടോട്ടൽ 100 മാർക്കായിരിക്കും. ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് എന്നുള്ള രീതിയിൽ 100 മാർക്കായിരിക്കും ടോട്ടൽ. നെക്സ്റ്റ് നമ്മൾ മെയിൻ പേപ്പർ 2ലാണ് നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് പേപ്പർ. കമ്പ്യൂട്ടർ സയൻസ് പേപ്പറിൽ 100 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ടോട്ടൽ 200 മാർക്കിലായിരിക്കും. ഒരു ക്വസ്റ്റ്യൻ റൈറ്റ് ആൻസറിന് 2 മാർക്ക് വീതം. അങ്ങനെ 3 hours ആണ് നമ്മളെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. നെറ്റ് എക്സാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാം. അങ്ങനെ നമുക്ക് മാക്സിമം സ്കോർ ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് സിലബസിലേക്ക് കിടക്കാം. ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഒരു 10 യൂണിറ്റുകളാണ് ഉള്ളത്. യൂണിറ്റ് 1ൽ ഡിസ്ക്രീറ്റ് സ്ട്രക്ചേഴ്സ് ആൻഡ് ഒപ്റ്റിമൈസേഷൻ ആണ്. അതിൽ സെറ്റ്, റിലേഷൻ, ഫങ്ഷൻ, ലീനിയർ അൾജിബ്ര, പ്രോബബിലിറ്റി അങ്ങനെ കുറേ ടോപ്പിക്കൽസ് വരുന്നുണ്ട്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുള്ളത് ഡിസ്കസ് ചെയ്യാം. യൂണിറ്റ് 2ൽ കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് ആർക്കിടെക്ചർ, യൂണിറ്റ് 3 പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആൻഡ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്, യൂണിറ്റ് 4 DBMS, യൂണിറ്റ് 5 സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, യൂണിറ്റ് 6 സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, യൂണിറ്റ് 7 ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതംസ്, യൂണിറ്റ് 8 തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ ആൻഡ് അംബേലേഴ്സ്, യൂണിറ്റ് 9 ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ആൻഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, യൂണിറ്റ് 10 ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അപ്പോൾ ഇത്രയും യൂണിറ്റുകളാണ് കമ്പ്യൂട്ടർ സയൻസ് പേപ്പർ 2ൽ വരുന്നത്. ഇനി ഇതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കറിയാം നെറ്റ് എക്സാം 3 hours ഉള്ള ഒരു എക്സാമാണ്. പേപ്പർ 1ഉം പേപ്പർ 2ഉം എക്സാമുകളുണ്ട്. പേപ്പർ 2ഉം ഉണ്ട്. പേപ്പർ 1ൽ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് മെത്തഡോളജി, അങ്ങനെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, അങ്ങനെ ഉള്ള കുറച്ച് ഹയർ എഡ്യൂക്കേഷൻ്റെ കമ്മ്യൂണിക്കേഷൻ, റീഡിങ് കോംപ്രിഹെൻഷൻ അങ്ങനെ കുറച്ച് യൂണിറ്റുകളായിട്ട് നമുക്ക് പഠിക്കാനുണ്ട് പേപ്പർ 1. അത് 50 ക്വസ്റ്റ്യനുള്ള ഈ ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് എന്നുള്ള രീതി, അങ്ങനെ 100 മാർക്കിലാണ് പേപ്പർ 1. പേപ്പർ 2ൽ നമ്മളെ സബ്ജക്റ്റ് പേപ്പർ ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഈ സിലബസിൽ വരുന്ന ടോപ്പിക്കുകളാണ്. അപ്പോൾ ഇതിൽ നിന്ന് വരുന്നത് എന്ന് പറയുന്നത് ഓരോ യൂണിറ്റിൽ നിന്നും 10 ക്വസ്റ്റ്യൻസ് വീതം വരും. അങ്ങനെ 100 ക്വസ്റ്റ്യൻസ് ഈച്ച് ക്യാരി 2 മാർക്ക്. അങ്ങനെ 200 മാർക്കിലായിരിക്കും പേപ്പർ 2ൽ വരുന്നത്. അപ്പോൾ നമുക്ക് പേപ്പർ 1ലും പേപ്പർ 2ലും എത്രയും ഒരു 40% മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റൂ. പിന്നെ കട്ട് ഓഫ് അനുസരിച്ചിരിക്കും. അപ്പോൾ നമുക്ക് പേപ്പർ 2 നമുക്ക് ക്വാളിഫൈ എങ്ങനെ, നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്തിട്ടും മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്തിട്ടും ഇതിലെ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റുകൾ ഡിസ്കസ് ചെയ്ത് നമുക്ക് JRF നെറ്റ് ക്വാളിഫൈ ചെയ്യാം. അപ്പോൾ വരുന്ന ക്ലാസ്സുകൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. അപ്പോൾ ചെറിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളായിരിക്കും ഞാൻ ഓരോ ക്ലാസ്സുകളായിട്ട് അപ്ലോഡ് ചെയ്യുക. ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് മനസ്സിലാക്കാനും കുറേ നേരം അതിൻ്റെ ഉള്ളിൽ ചിലവഴിക്കേണ്ടി വരില്ല. അതേപോലെ തന്നെ ഈ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞ ആപ്പ് എല്ലാം യൂസ് ചെയ്യുക. അതിൽ UGC നെറ്റ് കമ്പ്യൂട്ടർ സയൻസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകളും മോക്ക് ടെസ്റ്റുകളും ഉണ്ടാവും. കൂടാണ്ട് ഗേറ്റ് ക്വസ്റ്റ്യൻസും ഉണ്ടാവും. ഗേറ്റ് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ പ്രാക്ടീസ് ചെയ്യുന്നതും UGC നെറ്റ് എക്സാമിന് വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ എല്ലാവരും വരുന്ന ക്ലാസ്സുകളിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക. ഒരു നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ ശ്രമിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.